മേജർ ആർച്ച് ബിഷപ്പും വത്തിക്കാനിൽ പോയിട്ട് എന്തൊക്കെയോ കിട്ടി, എന്തൊക്കെ കിട്ടിയില്ല, ഇതൊക്കെ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കിട്ടിയതെല്ലാം കൃത്യമായി അതിൽ അക്കമിട്ട് നിരത്തിയിട്ടുമുണ്ട്. ഏതെങ്കിലും മെത്രാൻ ദൈവഹിതം നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ച് തിരുസഭയിൽ തമ്പുരാന്റെ വേല നിർവഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ പാത്രിക്കിസ് പദവിയല്ല, ഏത് ഉന്നത പദവി വേണമെങ്കിലും എത്തിച്ചേരുമെന്നത് ഉറപ്പായ സത്യമാണ്, കർത്താവിന്റെ സത്യമാണ്. പാത്രിയർക്കിസ് പദവി കത്തോലിക്ക സഭയിൽ പുറകെ നടന്ന് സമ്മർദ്ദം ചെലുത്തി വാങ്ങിച്ചെടുക്കാമെന്ന ചിലരുടെ മോഹം, ചില വിമത തലവന്മാരുടെ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് ഇതാ വത്തിക്കാൻ വ്യക്തമാക്കുന്നു. ഇനി മീഡിയ കമ്മീഷന്റെ ഔദ്യോഗിക വിശദീകരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. വത്തിക്കാനിൽ എന്താണ് നടന്നതെന്ന്. സിറോ മലബാർ സഭയ്ക്ക് പാത്രിക്ക് സ്ഥാനം അനുവദിച്ചില്ല എന്ന് ഓർക്കണം. പരിശുദ്ധ സിംഹാസനവുമായുള്ള കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടതിനിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നാണ് കേരളത്തിൽ വന്നിട്ട് ബിഷപ്പുമാർ ഇങ്ങനെയൊക്കെ അവകാശപ്പെടുന്നത്. എന്തൊക്കെ പറഞ്ഞ് ഫലിപ്പിച്ചെന്ന് വത്തിക്കാൻ അറിയാം, പരിശുദ്ധ പിതാവിനും അറിയാം. പക്ഷേ ഒന്നും അവിടെ ഏശിയില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നിലവിലെ സാഹചര്യം അഭിവന്ദ്യ പിതാക്കന്മാർ പരിശുദ്ധ പിതാവിന്റെ നേരിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുത്തി എന്നാണ് പറയുന്നത്. സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കുന്നതിനായി സ്വീകരിച്ചു വരുന്ന നടപടികളും സംഭാഷണത്തിന്റെയും സഹിഷ്ണുതയുടെയും വഴിയിലൂടെ ഐക്യം സാധ്യമാക്കാനുള്ള ശ്രമങ്ങളും എന്തൊക്കെ കേരളത്തിൽ ചെയ്തുവെന്ന് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് വിശദീകരിച്ചത്രേ. അതിരൂപതയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ ശ്രവിച്ച പരിശുദ്ധ പിതാവ് കൂട്ടായ്മ ഉറപ്പാക്കാനായി സ്വീകരിച്ചു വരുന്ന നടപടികളോട് അതിരൂപതയിലെ വിശ്വാസികരും വൈദികരും സമർപ്പിതരും പൂർണ്ണമായും സഹകരിക്കേണ്ടതിന്റെ ആവശ്യം എടുത്തു പറഞ്ഞു. അത് ശരിയായിരിക്കാം. ഇനി പിന്നാലെ അറിയാം കുർബാന അർപ്പണം ബസലിക്കയിൽ തുടങ്ങുമോ ഇല്ലേ എന്ന്. അങ്ങനെയെങ്കിൽ അത് ഏത് തരത്തിലുള്ളതാകും? വിശ്വാസികളെല്ലാം വന്ന് പങ്കെടുക്കുന്ന ഏകീകൃത കുർബാനയാകുമോ, അതോ പാംപ്ലാനിയും വിമതരും മാത്രം പങ്കെടുക്കുന്ന സാത്താന്റെ ജനാഭിമുഖ കുർബാനയാകുമോ എന്ന്. എന്തായാലും നീതി സമരവുമായി വിശ്വാസികൾ ബസലിക്കയിൽ തന്നെയുണ്ട്. അന്തിമ തീരുമാനം അറിയുന്നതുവരെ സഹനത്തിന്റെ പ്രതീകമായി അവരവിടെ തന്നെ ഉണ്ടാകും. ഇവരിവിടെ ചെന്ന് വത്തിക്കാനിൽ ചെന്ന് പറഞ്ഞതും തിരിച്ച് പാപ്പ പറഞ്ഞതുമൊക്കെ വ്യക്തമായി രേഖകളുണ്ട്. സ്നേഹമുള്ള വിശ്വാസികളെ, ബസലിക്കയിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മ കൂടുതൽ ശക്തി പ്രാപിച്ചതാ മുന്നോട്ട് പോകുകയാണ്. സഭയോടൊപ്പം നിൽക്കുന്ന സഭാവിശ്വാസികൾ സാധിക്കാവുന്ന സമയങ്ങളിൽ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പിന്തുണ കൊണ്ടു എത്തിക്കണമെന്നാണ് അഭ്യർത്ഥന. വിമതരുടെ സകല നിയന്ത്രണങ്ങളും പാളി തെറ്റി. ഈ കൂട്ടർ നവമാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിലൂടെയും ഈ പ്രാർത്ഥനാ ഐക്യത്തെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. സാരമില്ല, എന്തായാലും വന്ധ്യപിതാക്കന്മാർ റോമിൽ നിന്ന് തിരിച്ചു വന്നല്ലോ, നോക്കാം അവർക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന്. സിറോ മലബാർ സഭയ്ക്ക് കേരളത്തിന് പുറത്ത് പുതുതായി 4 പ്രൊവിൻസുകളും ഗൾഫ് മേഖലയിൽ അപ്പസ്തോലിക വിസിറ്റേഷനും അനുവദിച്ചതിനും 12 രൂപതകളുടെ അതിർത്തി പുനഃക്രമീകരിക്കുന്നതിനുള്ള സിനഡ് തീരുമാനത്തിനും അംഗീകാരം നൽകിയതിനും പരിശുദ്ധ പിതാവിനോടുള്ള സഭയുടെ ഹൃദയപൂർവ്വമായ നന്ദി മേജർ ആർച്ച് ബിഷപ്പ് പരിശുദ്ധ പിതാവിനോട് നേരിട്ട് രേഖപ്പെടുത്തി പറയും. അതാണ് മീഡിയ കമ്മീഷൻ അറിയിക്കുന്നത്. ഈ തീരുമാനങ്ങൾ ആഗോളതലത്തിൽ സിറോ മലബാർ വിശ്വാസികളുടെ ആത്മീയ പരിപാലനത്തിനും സഭയുടെ പ്രേക്ഷിത ദൗത്യ നിർവഹണത്തിനും വലിയ ശക്തിയും പ്രതീക്ഷയും നൽകുന്നതാണെന്നും മാർ റാഫേൽ തട്ടിൽ മാർപ്പാപ്പയെ അറിയിച്ചിട്ടുണ്ടത്രേ. മാർപ്പാപ്പ അതൊക്കെ തലകുലുക്കി കേട്ടു എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു കാര്യം നന്നായി, അതിരൂപതയിലടക്കം എറണാകുളം അങ്കമാലി അതിരൂപതയിലടക്കം ഐക്യം, സമാധാനം, സ്നേഹം ഇതൊക്കെ പുലർത്തിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ പാലിക്കപ്പെടേണ്ട ആവശ്യത്തെക്കുറിച്ച് മാർ റാഫേൽ തട്ടിൽ പിതാവ് അങ്ങോട്ട് പരിശുദ്ധ പിതാവിനോട് സോദാഹരണം പ്രഭാഷണം നടത്തി എന്നതിൽ 1 മണിക്കൂറിനിടെ അതൊക്കെ അങ്ങോട്ട് പറഞ്ഞു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇവിടെ പ്രാവർത്തികമാക്കാത്തതും അത് തന്നെയാണ്. ഇനി റോമിൽ പോയി ഇരുവരും മാനസാന്തരപ്പെട്ട് തിരികെ വന്നെങ്കിലും ഇവിടെ ഐക്യം, സമാധാനം, ശാന്തത, ഏകീകൃത കുർബാന, വിശ്വാസികളുടെ കൂട്ടായ്മ, വിമതരുടെ പുറത്തേക്കുള്ള പോക്ക്, ഇതൊക്കെ ഔദ്യോഗികമായി ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കി തരണമെന്നാണ് ഇപ്പോൾ നീതി സമരം നടത്തുന്ന വിശ്വാസികൾക്കും അഭ്യർത്ഥിക്കണം.